നമസ്കാരം. ഓഫ്ലബ് ആപ്ലിക്കേഷൻ വഴി ഇടപാടുകൾ നടത്തുവാനാവശ്യമായ തുക വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്ന വിധമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി അല്പമൊന്ന് വിശദീകരിക്കാം. എന്താണ് ഓഫ്ലബ് വാലറ്റ് എന്ന് നോക്കാം. നമ്മൾ സാധാരണയായി UPI വഴി ഇടപാടുകൾ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ചില ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ നഷ്ടപ്പെടുകയും ഇടപാടുകൾ നടത്താൻ സാധിക്കാത്തൊരു അവസ്ഥ വരികയും 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ എമൗണ്ട് തിരികെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടുവരാറുണ്ട്. ഒരു ബുദ്ധിമുട്ട്, അത് UPIയുടെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പരിഹാരമാണ് ഈ വാലറ്റ് എന്ന് പറയുന്നത്. വാലറ്റ് വഴി നമ്മൾ ഇടപാട് നടത്തുമ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഇടപാട് നടന്നിട്ടില്ലെങ്കിൽ പോലും സെക്കൻഡുകൾ കൊണ്ട് ആ എമൗണ്ട് തിരികെ വാലറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ വളരെ സ്മൂത്തായൊരു സുരക്ഷിതവുമായിട്ടുമുള്ള ഒരു ഇടപാട് നടത്തുന്ന ഒരു സംവിധാനമാണ് വാലറ്റിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒരു യൂസർ ഫ്രണ്ട്ലി ഇടപാട് കൂടിയാണ് വാലറ്റ് ഇടപാട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെയും എല്ലാ സംവിധാനങ്ങളും ഇന്ന് വാലറ്റിലേക്ക് മാറുന്നത്. കാരണം നമ്മൾ ഡിജിറ്റൽ മണി എന്ന സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പരിശീലിക്കാനൊക്കെ നമുക്ക് ഈ ഒരു വാലറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഓഫ്ലബിൻ്റെ ഈ ഒരു വാലറ്റിലേക്ക് നമ്മൾ പൈസ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ മിനിമം 200 രൂപയാണ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. മാക്സിമം എത്ര തുക വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കമ്പനി അക്കൗണ്ടിലേക്കാണ് ഈ ഒരു പേയ്മെൻറ്റ് ആദ്യം പോകുന്നത്. അവിടെ നിന്നും നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അത് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് ഇടപാടുകൾ നടത്തുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് തുക വാലറ്റിലേക്ക് ആഡ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇടപാട് നടത്താൻ ആവശ്യമായ തുക എത്രയാണോ ആ തുക മാത്രം ആഡ് ചെയ്ത് നമുക്ക് ഇടപാടുകൾ നടത്താം. എപ്പോഴൊക്കെയാണോ നമുക്ക് ആവശ്യങ്ങൾ വരുന്നത് ആ സമയത്ത് അല്പം മുമ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇടപാടുകൾ നടത്താവുന്നതാണ്. ഇനിയല്ല, കുറച്ച് വലിയ തുക, കൂടുതൽ തുക മുൻകൂട്ടി ആഡ് ചെയ്ത് വെച്ച് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഓരോ ഉപഭോക്താവിൻ്റെയും സൗകര്യാർത്ഥം അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഒരു തുക ആഡ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മിനിമം 200 രൂപയാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. മാക്സിമം എത്ര തുക വേണമെങ്കിലും നമുക്ക് ഒരു സമയത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാലറ്റ് ആഡ് മണി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ പേ നൗ എന്ന് പറയുന്ന സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, വാലറ്റ് ആഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ വാലറ്റ് ആഡ് മണി എന്ന് പറയുന്ന സെക്ഷൻ ആ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ പോകുന്നതാണ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ കമ്പനിയുടെ QR കോഡ് കാണാൻ സാധിക്കും, കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ കാണാൻ സാധിക്കും, പിന്നെ UPI നമ്പർ കാണാം. അതിൻ്റെ വലതുവശത്തായിട്ട് അത് കോപ്പി ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ QR കോഡ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അല്ലെങ്കിൽ UPI ഏത് സംവിധാനം വഴി നമുക്ക് ഉപയോഗിക്കാം. QR കോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു പേജ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അല്ല, അക്കൗണ്ട് നമ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾക്ക് നേരെ പോകുന്നത് നമ്മളുടെ UPI യിലേക്കാണ്. നമ്മൾ UPI പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി UPI ഉണ്ടാകും. അതിലൂടെ നമുക്ക് പോയി കഴിഞ്ഞ ശേഷം നമ്മൾക്ക് QR കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ QR കോഡ് ഓൾറെഡി സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം നമ്മൾ പോകേണ്ടത് സ്കാൻ എനി QR കോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലാണ് നമ്മൾ പോകേണ്ടത്. ഇനി നിങ്ങൾ UPI ID കോപ്പി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരെ പോകേണ്ടത് പേ എനിവൺ എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് നമ്മൾ UPI ID കോപ്പി ചെയ്തത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിനകത്ത് കയറിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ബാങ്കിൻ്റെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ബാങ്കിൽ നേരിട്ട് പോയി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ റെസീറ്റ് അവിടെ നിന്ന് വാങ്ങിയാൽ മതി. അങ്ങനെ മറ്റൊരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് കമ്പനി അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ നോക്കുന്നത് QR കോഡ് സ്കാൻ ചെയ്തിട്ട്
എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നാണ്. അതിന് ഓൾറെഡി നമ്മൾ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ സ്കാൻ എനി QR കോഡ് എന്ന് പറയുന്ന നമ്മുടെ UPIയുടെ, അത് ഗൂഗിൾ പേ ആവാം, ഫോൺ പേ ആവാം, Paytm ആവാം, ഏതാണോ നിങ്ങളുടെ UPI അതിൽ കയറിയിട്ട് ഈ ഒരു സ്കാനർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് അപ്ലോഡ് ഫ്രം ഗാലറി എന്ന് കാണാം. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ QR കോഡ് അവിടെ ഉണ്ടാവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് QR കോഡ് അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കമ്പനിയുടെ പേര്, ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കാം, മിനിമം 200 രൂപയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മിനിമം 200 രൂപ വെച്ച് നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ സ്ക്രീൻഷോട്ട്, ആ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പർ അടക്കമുള്ള സ്ക്രീൻഷോട്ട് ഉണ്ടാവും. അവിടെ UPI ട്രാൻസാക്ഷൻ ID, ട്രാൻസാക്ഷൻ നമ്പർ നമ്മളത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിവിടെ നമ്മൾ നേരത്തെ പോയിരിക്കുന്ന ലോഡ് വാലറ്റ് എന്ന് പറയുന്ന വാലറ്റ് അപ്ലോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ താഴെ റിക്വസ്റ്റ് മണി എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പേയ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ഗൂഗിൾ പേ നിന്ന് അല്ലെങ്കിൽ നമ്മൾ UPI നിന്ന് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. അവിടുത്തെ UPI ID നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഇവിടെ വാലറ്റ് ആഡ് മണി എന്ന സെക്ഷനിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. ഈ ഒരു പുറകോട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക്, നമ്മൾ ഓഫ്ലപ്പിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വാലറ്റ് ആഡ് മണി എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും താഴെയായിട്ട് റിക്വസ്റ്റ് മണി എന്ന് പറയുന്നൊരു ബട്ടൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ആ റിക്വസ്റ്റ് മണി എന്ന് പറയുന്ന ബട്ടണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ റിക്വസ്റ്റ് മണി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്തൊരു പേജ് ഇങ്ങനെ വരും. അവിടെ നമുക്ക് സെലക്ട് UPI, നമ്മൾ ഏത് UPI ഉപയോഗിച്ചാണെന്ന് അത് സെലക്ട് ചെയ്യുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന്, നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിരിക്കുന്ന UPI ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഈ അപ്ലോഡ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്ന നമ്മൾ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അടക്കമുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് മണി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ, ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അപ്പോൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത് ട്രാൻസാക്ഷൻ ID അടക്കമുള്ള സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടത്. അതൊക്കെ എടുത്തിട്ട് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പോകും. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ അപ്ലോഡ് കംപ്ലീറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, സെക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും വാലറ്റ് ആഡ് മണിയിലേക്ക് കയറുക. അവിടെ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈമർ വന്ന് കാണാൻ സാധിക്കും. ആ ടൈമർ കഴിയുമ്പോഴേക്കും നമുക്കുള്ള വാലറ്റിലേക്ക് എമൗണ്ട് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എമൗണ്ട് വന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ബാലൻസിൽ പോയിട്ട് ഈ ടൈമർ നമ്മൾ ചെക്ക് ചെയ്യുക. ആ ടൈമർ കഴിഞ്ഞതിന് ശേഷം ആ വാലറ്റിലേക്കാണ് എമൗണ്ട് വരുന്നത്. ആ വാലറ്റിലേക്ക് എമൗണ്ട് വന്നു കഴിയുമ്പോൾ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ പിന്ന് നമ്മൾ കൊടുത്ത് നമുക്കല്ലേ എമൗണ്ട് അവിടെ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് നിലവിൽ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ പിന്ന് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് വന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിലവിലുള്ള എമൗണ്ടും ബാലൻസ് എമൗണ്ടും ഒക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ ഈ ഒരു സെക്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട്, വളരെ ലളിതമായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഓഫ്ലപ്പിൻ്റെ വാലറ്റിലേക്ക് പണം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ടൈമർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് ഈ എമൗണ്ട് വാലറ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടപാടുകൾ നടത്താൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് കുറച്ച് മുൻപേ നമ്മൾ വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അല്ലെങ്കിൽ കുറച്ചധികം തുക കുറച്ച് നേരത്തെ ആഡ് ചെയ്ത് വെക്കുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസിയായി, സിമ്പിളായിക്കൊണ്ട് വാലറ്റിലേക്ക് പൈസ ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടപാടുകൾ, വാലറ്റിലുള്ള എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇടപാടുകൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഇടപാടുകൾ നടത്തുവാൻ ആവശ്യമായ തുക വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്ന വിധം വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ കാണുന്നത് 1-2 തവണ കണ്ട് ഒറ്റ തവണ നിങ്ങൾ ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഓരോ പ്രാവശ്യം പിന്നീട് ഈ വീഡിയോന് ആവശ്യമില്ല, നിങ്ങൾക്ക് ഓരോ തവണയും അത് ചെയ്യാം. ഇനി വീഡിയോ കണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് അത് ഓരോന്ന് സെക്ഷനായി സ്റ്റെപ്പായി ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. ഒറ്റത്തവണ ചെയ്താൽ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഓഫ്ലപ്പിൻ്റെ മറ്റ് ഇടപാടുകളും മറ്റ് ബെനിഫിറ്റുകളെക്കുറിച്ചൊക്കെയുള്ള മറ്റ് വീഡിയോസ് മറ്റുള്ള വീഡിയോകളിലൂടെ വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ചാനൽ അത്തരം വീഡിയോകൾ ലഭിക്കുവാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നു. നമസ്കാരം.